സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവ് നിരന്തരം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് അവിടുത്തെ കാരുണ്യം വർഷിക്കുന്നത് അവിടുത്തെ അനന്തമായ ദയയിൽ നിന്നാണ്. ആ ദയ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃപയുടെ സമയം നമുക്ക് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ ലൂക്കാന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് ഈ ജെറീക്കോയിലെ കുരുടനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസപൂർവം കർത്താവിനോട് നാം അപേക്ഷിച്ചില്ല, തീർച്ചയായും കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കും. നമ്മുടെ അപേക്ഷകൾക്ക് ഉപേക്ഷ വയ്ക്കാത്തവനാണ് കർത്താവ്. അതിനാൽ തന്നെ പൂർണ്ണമായ വിശ്വാസത്തോടെ നീ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ജെറീക്കോയിലൂടെ യേശുനാഥനും ശിഷ്യന്മാരുമെല്ലാം കടന്നു പോകുന്ന വേളയിൽ ഒത്തിരിയേറെ ബഹളം അവിടെ കേൾക്കുവാൻ സാധിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് അറിയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നവരോട് ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കുരുടൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് താൻ ഏറെ കാത്തിരുന്ന, താൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിലൂടെ കടന്നു പോകുന്നതെന്ന്. തീർച്ചയായും കുരുടനാണെങ്കിലും അവനെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ അവൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. അവൻ ഒത്തിരിയേറെ അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്നു, ഒത്തിരിയേറെ പ്രബോധനങ്ങൾ നൽകുന്നു, എല്ലാവരുടെ കൂടെ ഉല്ലസിച്ച് നടക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ അവൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു ആശയുണ്ടായി. അത് യേശുവിനെ അറിയണം, കാണണം എന്നുള്ളതായിരുന്നു. കാരണം ഇതുപോലെ അത്ഭുതകൃത്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുവാൻ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആ ഒരു വലിയ അത്ഭുതം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ അവനാണ് എന്ന തിരിച്ചറിവ് ആ കുരുടനുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ അനുഭവം,
നേരിട്ട് അനുഭവിച്ചതല്ല, മറിച്ച് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അനുഭവിച്ചതാണത്. അതിനാൽ തന്നെ അവന് പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ വ്യക്തിയെ ഒന്ന് നേരിട്ട് കാണുവാൻ സാധിച്ചാൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കുവാൻ സാധിക്കും. എൻ്റെ ഈ പോരായ്മ തീർച്ചയായും കർത്താവ് പരിഹരിക്കും എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേളയിലാണ് ജെറിക്കോയിലൂടെ യേശുവും ശിഷ്യന്മാരും കടന്നു പോകുന്ന വിവരം അവൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അവൻ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത്രമാത്രം ഉറക്കിയാണ് അവൻ പ്രാർത്ഥിക്കുക. കാരണം ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ യേശുവിനെ സമീപിക്കുവാൻ അവനൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അതിനാൽ തന്നെ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവർക്കെല്ലാം അതൊരു അരോചകമായിട്ടാണ് തോന്നുന്നത്. കാരണം അത്ര ഉറക്കെയാണ് അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. കുരുടനെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ കേൾക്കണം, അവൻ്റെ ചെവികളിൽ എൻ്റെ പ്രാർത്ഥന എത്തണം. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ ഒന്ന് അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ ആരുമില്ല, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം മതി എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ ആകെ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്കുണ്ടായിരുന്ന ആ കഴിവ് ഉപയോഗിച്ച് കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ പുറകെ പോകുന്നവരെല്ലാം നിശബ്ദനായിരിക്കുവാൻ വേണ്ടി ഇവനോട് പറഞ്ഞ് ശകാരിച്ചപ്പോഴും അവൻ അതിലൊന്നും കുലുങ്ങാതെ വീണ്ടും വീണ്ടും ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. അവൻ്റെ പ്രതീക്ഷ കാത്തുകൊണ്ട് അവൻ്റെ നിലവിളി കർത്താവിൻ്റെ പക്കലെത്തുകയും കർത്താവ് തൻ്റെ യാത്രയൊന്ന് നിർത്തി ആരാണ് എന്നെ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് നോക്കുകയുണ്ടായി. അവനെ കണ്ടപ്പോൾ, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് യേശുവിന് അവനോട് ചോദിക്കാനുണ്ടായിരുന്നത്. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് എന്ത് ചെയ്തു തരാൻ കഴിയുമെന്നാണ് നീ വിശ്വസിക്കുന്നത്? ഒരുപക്ഷെ ആ ഒരു ചോദ്യമായിരിക്കാം കുറച്ചുകൂടി നല്ലത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ചോദ്യം കേട്ട ഉടനെ അവൻ പറയുന്നത്, എനിക്ക് കാഴ്ചയുണ്ടാകണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ആ ഒരു മറുപടി പ്രിയമുള്ളവരെ എത്രമാത്രം ആശയോടുള്ള ഒരു മറുപടി ആയിരിക്കണം. ഇത്രയും കാലം യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു. ഞാൻ ആർക്ക് വേണ്ടിയാണോ ആഗ്രഹിച്ച് കാത്തിരുന്നത്, ഇതാ അവൻ തൊട്ടടുത്ത് വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മളും കൊതിക്കുന്ന ഒരു ചോദ്യമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും കാത്തിരിക്കാറുണ്ട്. അവിടെ കർത്താവും ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രിയമുള്ളവരെ, ആ കുരുടൻ്റെ മുമ്പിൽ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവന് മറ്റുള്ളവരെ പോലെ കാണുവാൻ സാധിക്കണമെന്ന് മാത്രമാണ്. മറ്റൊന്നും അവൻ പറയുന്നില്ല, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, അതിൽ കൂടുതലൊന്നും വേണ്ട കർത്താവേ എന്ന ആ ഒറ്റ മറുപടി തീർച്ചയായും കർത്താവിന് ഒത്തിരിയേറെ ആനന്ദം പകരുന്ന ഒന്നായിരുന്നു. ഒട്ടും അത്യാർത്ഥിയില്ലാത്ത, തൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട ഒരു വ്യക്തിയുടെ മറുപടി. പ്രിയമുള്ളവരെ, അവൻ്റെ മറുപടി കേട്ടപ്പോൾ യേശു ഉടനെ പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ വിശ്വാസമാണ് ആ മറുപടിയിൽ കർത്താവിന് കാണുവാൻ സാധിച്ചത്. ഒരു വ്യക്തിയെ കണ്ടറിയാതെ തന്നെ കേട്ടറിവിൽ നിന്ന് ജനിച്ച ഒരു വിശ്വാസമായിരുന്നു അത്. ഒത്തിരിയേറെ ആളുകൾ യേശുവിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു, ഒത്തിരിയേറെ ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു, ഒത്തിരിയേറെ ആളുകൾ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അതെല്ലാം കേട്ട് മനസ്സിലേക്ക് കടന്നു വന്ന വിശ്വാസം, അത് അവൻ്റെ ജീവിതത്തിൽ കേട്ടറിവിലൂടെ ലഭിച്ച ഒന്നായിരുന്നു.
എന്നാൽ ഇതാ തൊട്ടരികിൽ അനുഭവിച്ചറിയുവാൻ വേണ്ടി കർത്താവ് കടന്നു വരികയും ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന ഒറ്റ ചോദ്യം പ്രിയമുള്ളവരെ അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന മറുപടിയിൽ തന്നെ കർത്താവിന് അവൻ്റെ പൂർണ്ണമായി വിശ്വാസം വിലയിരുത്തുവാൻ സാധിച്ചു. അതിനാൽ തന്നെ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവന് സൗഖ്യം നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിശ്വാസത്തോടെ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് കർത്താവ്. ഏതെല്ലാം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കൃത്യമായി അവൻ്റെ ചെവികളിലെത്തും. ജെറീക്കോയിലെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോലും അവൻ്റെ പ്രാർത്ഥന കൃത്യമായി യേശുവിൻ്റെ ചെവികളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ കണ്ണീട് ജപമാല ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് വലിയ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജെറീക്കോയിലെ ആ കുരുടനായ വ്യക്തിയെപ്പോലെ കർത്താവേ, എന്തെല്ലാം തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൂടുതൽ വിശ്വാസത്തോടെ തീഷ്ണതയോടെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ അങ്ങ് ആ ഒരു ബോധ്യത്തിൽ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മുമ്പിൽ മുട്ടുകൾ കുത്തി അങ്ങയുടെ ആശീർവാദം ഏറ്റുവാങ്ങുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും